എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയയും കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ബലൂണും അതുപോലെ കുറച്ച് നൂലൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ഐഡിയ ആണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കട്ടോ, എന്നിട്ട് ട്രൈ ചെയ്യണം, അതുപോലെ അഭിപ്രായങ്ങളും പറയണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 4 ബലൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ മാത്രം മതി. അതുപോലെ തന്നെ ഈ ഒരു ബലൂണിൻ്റെ ഏകദേശം മാച്ചാവുന്ന രീതിയിൽ ആ കളറിലുള്ള നൂലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് കുപ്പീൻ്റെ ആ ഒരു മുകൾ ഭാഗമല്ലേ, ടോപ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാൻ ഒരു ബലൂൺ എടുത്തിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പീൻ്റെ ആ ഒരു വായ ഭാഗത്ത് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ബലൂണാണ് കേട്ടോ. ഇത്തിരി നല്ല ക്വാളിറ്റി ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കിട്ടിയത് വെച്ച് ചെയ്യുകയാണേ. എന്നിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പഞ്ഞി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പീൻ്റെ ഉള്ളിൽ കൂടെ കയറ്റാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ കുപ്പി ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ കുപ്പി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെറുതെ ബലൂണിൻ്റെ വായ ഭാഗം ഒന്നിങ്ങനെ വിടർത്തി പിടിച്ചിട്ട് ചെയ്താലും മതി. ഇങ്ങനെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് ഫില്ല് ചെയ്തിട്ട് ഞാൻ കുപ്പി എടുത്ത് മാറ്റിയിട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക. അപ്പോൾ വേണമെങ്കിൽ കൈ വെച്ച് കെട്ടില്ല, അങ്ങനെ കെട്ടാം, അല്ലെങ്കിൽ നൂല് വെച്ചാലും കെട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ ബലൂൺ ഇതാ ഞാൻ കെട്ടിയിട്ട് മാറ്റി വെച്ചിട്ടോ. ഇനി ഒരു സൂചി നൂലും കോർത്തെടുക്കട്ടെ, സെയിം കളർ വെച്ചിട്ട് തന്നെ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. കോർത്തെടുത്തിട്ടുള്ള സൂചി നൂലും ബലൂണിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തള്ളിക്കൊടുക്കുക. അപ്പോൾ എവിടെയെങ്കിലും വെച്ചൊന്ന് പ്രസ് ചെയ്താൽ മതി, കുറച്ച് ഇങ്ങനെ ബലം ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഞാൻ കെട്ടുന്ന പോലെ ഇങ്ങനെ കെട്ടുക, ഒന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ പോലെ വരില്ലേ, അതുപോലെ ഒരു 5-6 എണ്ണം ചെയ്യണം കേട്ടോ. വീണ്ടും വീണ്ടും കോർത്തെടുത്തിട്ട് ഓരോ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ വലിച്ച് കെട്ടി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ. അപ്പോൾ ഏകദേശം മത്തങ്ങയുടെ ഒക്കെ ഒരു ഷേപ്പില്ലേ, ആ ഒരു രീതിയിൽ വരണം കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ തവണ കോർത്തെടുക്കുമ്പോഴും വേറെ വേറെ സൈഡിലേക്ക് ഇങ്ങനെ കോർത്തെടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലും ഇങ്ങനെ വരുമല്ലോ നൂലിൻ്റെ ഒരു ഇങ്ങനെ അമർന്ന് വരുമ്പോൾ അവിടെ ഇങ്ങനെ പ്രസ്സാകുമ്പോൾ മത്തങ്ങയുടെ ആ ഒരു കണ്ടിട്ടില്ലേ, ആ ഒരു ഷേപ്പിൽ കുറച്ചൊക്കെ നമുക്ക് വരുത്താൻ പറ്റും. പെർഫെക്റ്റായിട്ട് അങ്ങനെ പറ്റില്ല കേട്ടോ, എന്നാൽ ഏകദേശം എല്ലാം കഴിയുമ്പോൾ അടിഭാഗത്ത് കറക്റ്റായിട്ടൊന്ന് കെട്ടി അത് സെക്യൂർ ആക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ പരിപാടി ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ഇതാ ഒരു മുത്ത് ഇങ്ങനെ ഒരു വെള്ള കളർ മുത്ത് ഇതുപോലെ കോർത്തെടുത്തിട്ട് ആ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ അതാ ഇതാണ് അതിൻ്റെ ഒരു ലുക്ക്, കണ്ടോ, ഇതുപോലെ കേട്ടോ. ഇനി ബാക്കി 2 എണ്ണം കൂടെ ഞാൻ ചെയ്തെടുക്കട്ടെ. ഈ ഒരു റെഡ് ബലൂണിൻ്റെ ഉള്ളിലും ഞാൻ പഞ്ഞി കയറ്റിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കെട്ട് കൈ കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതാ ഒരു പേപ്പറിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ കളറാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഒരു പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. 3 എണ്ണത്തിനും 3 പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ലാസ്റ്റ് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചും കൂടെ കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു തുമ്പ് ഭാഗം ഒരു സിസർ വെച്ച് 3 ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വിടർത്തിയിട്ട് നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ പഞ്ഞിയാണല്ലോ, അപ്പോൾ ഒട്ടും വെയിറ്റ് ഇല്ല, ഈ പേപ്പറിൽ തന്നെ കറക്റ്റ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്കിത് 3 ഇതുപോലെ ആക്കിയിട്ടൊന്ന് ഒട്ടിക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലീഫ് വേണമെങ്കിൽ പേപ്പർ കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള പഴയ ലീഫ് എൻ്റെ കയ്യിലുള്ളതാണ് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. 3 എണ്ണത്തിനും 2 വീതം ഒട്ടിച്ച് കൊടുക്കാം. എൻ്റെ ഈ ഒരു പച്ച പേപ്പറിൻ്റെ കളർ ഇങ്ങനെ ഉദിച്ച് നിൽക്കണ പോലെ തോന്നി എനിക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. ആ ഒരു പച്ച, ഒരു ഭംഗിയില്ലാത്ത പച്ചയാണ് എൻ്റെ കയ്യിലുള്ള പേപ്പർ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നല്ല ഡാർക്ക് ഗ്രീൻ വെച്ച് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. വൈറ്റ് പേപ്പർ കൊണ്ടൊക്കെ സ്റ്റിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ പെയിൻറ്റ് ചെയ്താലും മതി കേട്ടോ.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് കറക്റ്റ് നല്ലൊരു ഭംഗിയിൽ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ 3 എണ്ണമാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഒരുപാടൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഐഡിയ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. എല്ലാവർക്കും നന്ദി. താങ്ക്